ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മുടെ മക്കൾക്ക് നാച്ചുറലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മാംഗോ ഐസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും കടയിൽ നിന്ന് പോയിട്ടൊക്കെ ഇതേപോലെ ഐസ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ചൂടിനൊക്കെ നമ്മുടെ മക്കൾക്ക് ഇതേപോലെ ഒക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കാം. നമുക്കിത് തീ പോലും കത്തിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് നമുക്കിതേപോലെ ഫ്രീസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ 2 മാങ്ങ വെച്ചിട്ട് നല്ല കിടിലൻ ഐസ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, കുൽഫി. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള മാങ്ങയാണ്, നല്ല കളറുള്ള മാങ്ങ കേട്ടോ, നല്ല മധുരമാണ്. അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതേപോലെ നല്ല കളറുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കാം കേട്ടോ. അപ്പം എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം ഇതാ നമ്മൾ എല്ലാം മാങ്ങി മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കട്ടെ. വളരെ കുറച്ച് മതി, നമ്മുടെ മാങ്ങക്ക് നല്ല മധുരമുണ്ട്, അതേപോലെ തന്നെ നല്ല കളറും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്താൽ മതിയാവും, ഒരുപാട് വെള്ളം ചേർക്കണ്ട. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസിൻ്റെ മോൾഡിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതല്ലാതെ ഇതിലേക്ക് നിങ്ങൾക്ക് പാൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിക്കൊന്ന് വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ മാംഗോ ഐസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ ഒരല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് കണ്ടില്ലേ. ഇനി നമുക്കിത് ഇതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. ഇതേപോലെ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന മാങ്ങ വെച്ചിട്ട് നമ്മളത് വേസ്റ്റാക്കി കളയാതെ നല്ല നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ഐസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞൊടി ഇടയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവർ അസ്സലാമു അലൈക്കും.